അലൈക്കും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ. നമ്മുടെ മദ്രസ ഭരണം, അതിൻ്റെ ഡാറ്റ, മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനും റെക്കോർഡുകൾ ഡിജിറ്റലി സൂക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള excelguru.co.in സമർപ്പിക്കുന്ന ഒരു ടൂളാണ് മദ്രസ റെക്കോർഡ്സ് ആൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള ടൂൾ. ഇതിനെ പരിചയപ്പെടാനാണ് നമ്മളൊരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്കും പിന്നീട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈ ഒരു ടൂൾ സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇതിലാദ്യം നമ്മൾ ഫസ്റ്റ് ഇത് DP എന്നുള്ള ഷീറ്റ് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് പേജ് നമ്മളെ ഗൂഗിൾ ഷീറ്റ് മൊബൈൽ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഫസ്റ്റിൽ തന്നെ ഒരു കളർഫുൾ ആയിട്ടുള്ള ഐക്കൺ വരാൻ വേണ്ടിയാണ് DP എന്നുള്ള ഷീറ്റ് ഇടുന്നത്. വേറെ ഇതുകൊണ്ട് യാതൊരു മംഫഅത്തുമില്ല. ഇൻഷാ അല്ലാഹ് പോട്ടെ. ബേസിക്സ്, ഈ ബേസിക്സ് എന്നുള്ള ഷീറ്റിൽ വന്നിട്ട് നമ്മൾ ഇവിടെ നെയിം ഓഫ് മദ്രസ കൊടുക്കണം. ഇവിടെ നമ്മൾ മദ്രസേൻ്റെ പേര് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും വരുന്നതാണ്. ഓക്കെ, ഇവിടെ മാത്രം മാറ്റിയാൽ മതി. രജിസ്റ്റർ നമ്പർ കൊടുക്കാം, പ്ലേസ്, റേഞ്ച്, അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ഷിഫ്റ്റ് 1, ഷിഫ്റ്റ് 2, ഷിഫ്റ്റ് 3, ഷിഫ്റ്റ് 4 ഉണ്ടെങ്കിൽ ഷിഫ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ ഷിഫ്റ്റുകളൊക്കെ കൊടുക്കാം. സ്വാഭാവികമായിട്ട് മദ്രസ ചില സ്ഥലങ്ങൾ ഒറ്റ ഷിഫ്റ്റേ ഉണ്ടാവുള്ളൂ. അതായത് 7:00 തുടങ്ങി 8:30 തീരുന്ന 9 മണിക്ക് തീരുന്ന ഷിഫ്റ്റുകളുള്ള സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് 3 ഷിഫ്റ്റുകളുള്ള സ്ഥലങ്ങളുണ്ട്. ചില മദ്രസകൾ 4 ഷിഫ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷിഫ്റ്റുകളുടെ സമയം ജസ്റ്റ് ഇവിടെ നിന്ന് രേഖപ്പെടുത്തുക, അതുകൊണ്ട് ഉപയോഗമുണ്ട്. നമ്മൾ മദ്രസയിലുള്ളത് പ്രധാനമായിട്ടും 2 വിഭാഗം ആളുകളാണ്. ഒന്ന് മുഅല്ലിമീങ്ങളാണ്. അപ്പോൾ മുഅല്ലിമീങ്ങളെ രജിസ്റ്റർ ചെയ്യണം ഇവിടെ. അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ നമ്മൾ ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ ഉള്ളത് ക്ലാസ്സാണ്. ഇപ്പോൾ മുഅല്ലിമും ഈ സ്റ്റുഡൻറ്റും ബന്ധിക്കുന്ന ക്ലാസ്സിലാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡാറ്റ ആഡ് ചെയ്യേണ്ടതുള്ളത്. ഓക്കെ, ആദ്യം മുഅല്ലിമിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഇവിടെ TRUID കൊടുക്കുക. TR എന്ന് പറഞ്ഞാൽ ടീച്ചർ എന്നാണ്. ടീച്ചർ UID, യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. എന്തിനാണ് UID കൊടുക്കണമെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ കാര്യങ്ങളും, നമ്മുടെ മുഴുവൻ കാര്യങ്ങളും ഒരു ഡാറ്റാബേസിലെ മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഇത്തരം UIDകൾ വെച്ചിട്ടാണ്. കാരണം നമ്മൾ ഒരു സെർച്ച് ചെയ്യാനോ മറ്റോ നമ്മൾ ഫുൾ നെയിം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മുഹമ്മദ് ഫൈസി എന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ 2 മുഹമ്മദ് ഫൈസി ഉണ്ടാക്കാം. ഇത് കുട്ടികളുടെ വിഷയത്തിലാണെങ്കിൽ ഒരുപാട് സഹൽ MC, 2 സഹൽ MC, സഹൽ PO, 2 സൊഫാൻ PO, അങ്ങനെ ഒരുപാട് കേസുകൾ നമുക്ക് കാണാൻ പറ്റും മദ്രസയിൽ. ആ സമയത്ത് ഓരോ കുട്ടിയെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന നമ്പറാണ് UID നമ്പർ. ഈ UID നമ്പർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ TR01, TR02 എന്ന് ജസ്റ്റ് കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെ മാനുവലി ആഡ് ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ആളെ പേര് കൊടുക്കാം. ജസ്റ്റ് ആഡ് ചെയ്ത് കാണിക്കാം. SN ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. അവിടെ 02 എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ 2 ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയി. ഫുൾ നെയിം കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ പേര് തന്നെ കൊടുക്കുന്നു, ഷാമിൽ. ഫുൾ ക്യാപിറ്റൽ ആക്കാം. ഓക്കെ, എൻ്റെ പേര് നൽകുന്നു. അതിനുശേഷം ഞാൻ ഡെസിഗ്നേഷൻ സുത്രമാലിയും അല്ല മാലിന്യമാണ്. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കുന്നില്ല. ഞാൻ മദ്രസ ജോയിൻ ചെയ്ത ദിവസം കൊടുക്കുക. അതൊക്കെ എപ്പോൾ പ്രധാനമാണ്. MSR കൊടുക്കുക. പലപ്പോഴും നമ്മൾ മുഅല്ലിമീങ്ങൾ MSR നമുക്ക് കൈകാര്യം ചെയ്യേണ്ട, അല്ലെങ്കിൽ അറിയേണ്ട ആവശ്യമുണ്ടാകും. ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് കൊടുക്കുക. കാരണം അതൊക്കെ ഒരു ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നിർബന്ധമാണ്. ബ്ലഡ് ഗ്രൂപ്പൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇമെയിൽ അറിഞ്ഞിരിക്കണം. എമർജൻസി കോൺടാക്ട് പ്രധാനമാണ്. നമ്മുടെ ഒരു സ്ഥലം എന്തെങ്കിലും സംഭവിക്കാതിരിക്കട്ടെ, അത് സംഭവിക്കുന്ന സമയത്ത് നമുക്ക് വിളിക്കാൻ ഒരാൾ നമ്പർ ആവശ്യമാണ്. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ഈ സ്ഥലം പ്രായം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ ഫോട്ടോ. എന്തിനാണ് ഫോട്ടോ എന്ന് ചോദിച്ചാൽ, പോസ്റ്റർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് പോസ്റ്റർ ജനറേഷനൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഫോട്ടോ നമ്മളിവിടെ സൂക്ഷിച്ചാൽ ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കാലങ്ങൾ കഴിഞ്ഞാൽ ഈ ഉസ്താദ് ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ഉസ്താദിന് ഫോട്ടോ കാണിക്കാൻ പറയാം, നമുക്ക് ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക് പോസ്റ്റർ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ പറഞ്ഞിരുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എക്സൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളെ ഫോട്ടോ അടക്കം എന്ത് ചെയ്യാം, ലുക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവിടെയൊക്കെ ആളെ ഫോട്ടോ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഫോട്ടോ കൊടുക്കണം. പിന്നെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം ക്ലാസ്സിൻ്റെ പേര് കൊടുക്കാൻ. നമ്മൾ 5 ആഡ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് STD6 എന്ന് കൊടുക്കാം. STD6 എന്ന് കൊടുക്കാം. നിങ്ങളെ ഐഡിയ കൊടുക്കാൻ പറ്റും. STD വേണോ ക്ലാസ് വേണോ ഒക്കെ ഉസ്താദന്മാർക്ക് തീരുമാനിക്കാം. ഷിഫ്റ്റ് എന്നുള്ളത് നമ്മൾ അവിടെ ആഡ് 3 ഷിഫ്റ്റ് ഉണ്ട് നിലവിൽ. ആ 3 ഷിഫ്റ്റിൽ STD 6ാം ക്ലാസ് എപ്പോഴാണ് കൊടുക്കുക. അപ്പോൾ രാത്രി ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 6 PM. ഓക്കെ, സമയം കൊടുക്കുന്നു. ഏത് ടീച്ചറാണ് എടുക്കണത്. അപ്പോൾ ഞാനാണ് 6ാം ക്ലാസ് എടുക്കുന്നത്. ഇവിടെ ടീച്ചർ UID നമ്പർ കൊടുത്താൽ മതി, വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ടീച്ചർ TR02. അപ്പോൾ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ ആരാണ് 6ാം ക്ലാസ് എടുക്കണത് എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ വന്നു. ഓക്കെ,
ഇവിടെ അത് ഫോർമുലയാണ്. ജസ്റ്റ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ പേര് ഷിഫ്റ്റ് TRUD മാത്രം കൊടുത്താൽ മതി. ടീച്ചറും മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആക്കി. ഇവിടെ ഫോർമുലയാണുള്ളത് അല്ലേ, ഇവിടെ കാണാൻ പറ്റുന്ന ഫോർമുലയാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആയിക്കോളും. ഇനി സ്റ്റുഡൻ്റാണ്. സ്റ്റുഡൻറ്റിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇത് ഞാൻ കുറച്ച് ഡമ്മി ഡാറ്റ ആഡ് ചെയ്തിട്ടുണ്ട്, ഫീഡ് ചെയ്തിട്ടുണ്ട്, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഈ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ആയിക്കോളും. നമ്മൾ ടീച്ചർ UID പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് UID പ്രധാനമാണ്. നമ്മൾ SKMBക്ക് ഒരു UID നമ്പർ ഉണ്ട്, അത് കുറച്ച് വലിയ UID നമ്പറാണ്, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ മദ്രസയിൽ ഹാജർപട്ടിയിൽ എഴുതുന്ന നമ്പർ. ഓക്കെ, അത് എല്ലാ കുട്ടികൾക്കും ഇല്ലതാണ്. ഇപ്പോൾ 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കിട്ടുള്ളത് തോന്നുന്നു. അപ്പോൾ ആ കുട്ടികൾ അവർക്ക് മാത്രമേ SKMBൻ്റെ UID നമ്പർ ഉള്ളൂ. പക്ഷെ നമുക്ക് മദ്രസയിലെ എല്ലാ കുട്ടികൾക്കും UID നമ്പർ ആവശ്യമാണ്. അവരെ അത് നമ്മുടെ മദ്രസൻ്റെ UID നമ്പറാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ UID നമ്പർ നമ്മൾ കൊടുക്കുന്നു. പിന്നെ SKMBൻ്റെ നമ്പർ കൊടുക്കാം, അഡ്മിഷൻ നമ്പർ കൊടുക്കാം. ഓക്കെ, പിന്നെ നെയിം, കുട്ടിൻ്റെ നെയിം കൊടുക്കണം, ജെൻഡർ ഏതാണ് ബോയ് ഗേൾ കൊടുക്കുക, ക്ലാസ് കൊടുക്കണം. ക്ലാസ് പിന്നെ ക്ലാസ് നമ്മൾ ഏത് ക്ലാസ്സാണ് അവിടെ ആഡ് ചെയ്തത്. അപ്പോൾ നോക്കുക, അവിടെ നമ്മൾ 6 ക്ലാസ് ആഡ് ചെയ്തു, 1 മുതൽ 6 വരെ. ആ 6 ക്ലാസ് ഇവിടെ കാണാൻ പറ്റും. ഇനി +2 ആഡ് ചെയ്താൽ +2 ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ ക്ലാസ്സിൽ പോകുന്നു. നമുക്ക് +2 ആഡ് ചെയ്യാം. STD ഇതിന് താഴെ +2 ആഡ് ചെയ്യാം. +2 ഏത് രൂപത്തിൽ ആഡ് ചെയ്യാം. ജസ്റ്റ് +2 ഇട്ടാലും അതും മതിയാവും. നമ്മളെങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് അതുപോലെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇനി ഞാൻ സ്റ്റുഡൻറ്റിൽ വരുന്നു. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സെർച്ച് ചെയ്യാൻ പറ്റും ക്ലാസ്. ഇവിടെ +2 വന്നിട്ടുണ്ടല്ലോ. ഓക്കെ, ആ രൂപത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ആഡ് ചെയ്യാം. പിന്നെ ഫാദറുടെ പേര്, ഫാദറുടെ നമ്പർ, ഫാദർ എന്താണ് ജോലി ചെയ്യുന്നത്, ഉപ്പാൻ്റെ ജോലി എന്താണ്, ഉമ്മാൻ്റെ പേര്, ഉമ്മാൻ്റെ നമ്പർ, പിന്നെ വീട്ടു പേരെന്താണ്, ലൊക്കാലിറ്റി പ്രധാനമാണ്. ഇപ്പോൾ ചില നാടുകളിൽ ഒരു മഹലിലായിരിക്കും മദ്രസ് സാധാരണ രീതിയിൽ റണ്ണാവുക. ആ മദ്രസ മഹലിൽ ഒരുപാട് ഭാഗങ്ങളുണ്ടാവും, പല ഭാഗങ്ങൾ തിരിച്ചുണ്ടാവും. ഒരു പക്ഷേ ചില മഹലുകളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് എന്താ പറയുക വാർഡായിട്ട് തിരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ വാർഡിൽ ഏത് ഭാഗത്താണ് ഈ കുട്ടികൾ എന്നൊക്കെ രേഖപ്പെടുത്തുന്ന ലൊക്കാലിറ്റി ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് ഫാമിലി മെമ്പേഴ്സ്, വീട്ടിൽ എത്ര ആളുകളുണ്ട് നമ്മൾ രേഖപ്പെടുത്തണം. ഇനി അത് പ്രധാനപ്പെട്ട മറ്റൊന്നാണ് സ്കൂളിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കണമെന്ന്. ഈ ഡാറ്റ നമ്മൾ പ്രധാനമായിട്ട് സൂക്ഷിക്കണം. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അടുത്ത് പറയാനുള്ള ഫിൽറ്ററിനെ കുറിച്ച് പറയാനുണ്ട്. അപ്പം ഈ നമ്മുടെ മദ്രസയിൽ ഈ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിൽ 5ൽ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, അല്ലെങ്കിൽ 4 വരെ പഠിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണ്, ഡീറ്റെയിൽസ് നമുക്ക് കിട്ടാൻ എപ്പോഴും ഉപകരിക്കണമാണിത് ഈ സ്കൂൾ ക്ലാസ് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഏത് ക്ലാസ് പഠിക്കാൻ നമ്മൾ ആഡ് ചെയ്യണം, സ്കൂളിലെ പേര് കൊടുക്കണം. ഓക്കെ, പിന്നെ ആധാർ നമ്പർ കൊടുക്കണം, അല്പം ആധാർ നമ്പർ ആവശ്യമാണ്. പിന്നെ ഫോട്ടോ കൊടുക്കണം. നമ്മളവിടെ ഫോട്ടോ 3 കൊടുത്തിട്ടുണ്ട്, ബാക്കി കൊടുക്കാനുള്ള ഒരു പരിമിതി മൂലം കൊടുത്തിട്ടില്ല. അതൊക്കെ ഡമ്മി ഡാറ്റകളാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിത് കോപ്പി എടുത്ത് ഉപയോഗിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിലെല്ലാ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് ഉപയോഗിക്കുക. ഓക്കെ, എന്നിട്ട് സെർച്ച് എന്നുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിയെ നമുക്ക് പിന്നെ ആ കുട്ടീൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റുഡൻസ് UID എന്നുള്ളടത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുട്ടീൻ്റെ UID നമ്പർ ജസ്റ്റ് ഇവിടെ എല്ലാ കുട്ടികളും UID നമ്പർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ജസ്റ്റ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ആ കുട്ടി മുഴുവൻ ഡീറ്റെയിൽസ്, ആ കുട്ടീൻ്റെ ഫോട്ടോ അടക്കം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൗകര്യമുണ്ട്. ഓക്കെ, 222. ഓക്കെ, 3 കുട്ടികൾക്ക് ഫോട്ടോ ആഡ് ചെയ്തിട്ടുള്ളൂ, അതാണ് അങ്ങനെ. ഓക്കെ, 4ാമത്തെ കുട്ടിയെ സെലക്ട് ചെയ്യാം നമുക്ക്. 4. ഓക്കെ, അപ്പോൾ ആയിഷ ഫാത്തിമ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കിട്ടി. മറ്റു നമ്മൾ ഇങ്ങനെ നോക്കുന്നത് നമുക്ക് റിസ്ക് ആയിരിക്കും. ഇതിപ്പോൾ ഒരു മദ്രസയിൽ 1000 കുട്ടികളുടെ മദ്രസകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം പിന്നെ മദ്രസകളിൽ നമ്മൾ എന്താണ് ഓരോ കുട്ടീൻ്റെ ഡീറ്റെയിൽസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4ാം ക്ലാസ്സിലെ പെൺകുട്ടികളെ ലിസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇവിടെ ആദ്യം അൺടിക്ക് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ജെൻഡർ ആദ്യം സെലക്ട് ചെയ്യുക, പെൺകുട്ടികൾ ബോയ്സ് ഗേൾസ്. എന്നിട്ട് ക്ലാസ് സെലക്ട് ചെയ്യുക 4. ഓക്കെ, 4 പെൺകുട്ടികൾ. ഇനി ഇത് 2 ടിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഈ 2 സാധനം ടിക്ക് ചെയ്താലും ഉണ്ടോ 4ാം ക്ലാസ്സിലെ പെൺകുട്ടികളെ ലിസ്റ്റ് കിട്ടി. ഈ ജെൻഡർ ഒഴിവാക്കി നമുക്ക് എന്ത് കിട്ടും, 4ാം ക്ലാസ് മൊത്തം കുട്ടികളെ ലിസ്റ്റ് കിട്ടി. ഇനി ക്ലാസ് പിന്നെ ജെൻഡർ ഗേൾസ് മാത്രം, ക്ലാസ് ഒഴിവാക്കിയാൽ ഓക്കെ മദ്രസയിൽ മൊത്തം പെൺകുട്ടികളെ ലിസ്റ്റ് കിട്ടി. ഓക്കെ, മൊത്തം. ഇനി എന്താ പറയുക, കുട്ടികളുടെ പേര് വേണം. എന്താണ്, വാപ്പാൻ്റെ ജോലി അനുസരിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ജോബ് ഓഫ് ഫാദറിൽ പോയിട്ട് ഓക്കെ ഇതിലുണ്ട് കുറച്ച് ജോലി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്താണോ അവിടെ ആഡ് ചെയ്യണത്,
ജോബ് ഓഫ് ഫാദറിൽ ആഡ് ചെയ്യണത് ഇങ്ങോട്ട് വരും. അതിൽ യൂണീക്കായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ ഗൾഫ് കൊടുക്കുന്നു. അപ്പം ഗൾഫാരായ മക്കൾ ഗൾഫാരായ വാപ്പാൻ്റെ മക്കളെ കിട്ടണം. അപ്പോൾ ജോബ് ഓഫ് ഫാദർ ജസ്റ്റ് ടിക്ക് ചെയ്യാം. അപ്പോൾ ഉണ്ടോ ഇത്രയും കുട്ടികൾ എന്താണ് ഗൾഫാരായ വാപ്പാൻ്റെ മക്കളാണ് ലിസ്റ്റ് നമുക്ക് കിട്ടി. ഇതിനൊക്കെയാണ് നമ്മൾ ഈ സാധനം ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ടത് ഗൾഫാരായ വാപ്പാരെ മക്കളെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടുപിടും എന്താണ് ഗൾഫാരായ വാപ്പാൻ്റെ മക്കളെ ലിസ്റ്റ് ഇടുന്നു. പക്ഷേ ഇവരെ വാപ്പാൻ്റെ നമ്പറില്ല. അപ്പോൾ നമുക്ക് 2 രൂപത്തിൽ ചെയ്യാം. ഒന്നുകിൽ എന്ത് ചെയ്യാം, ഈ നമ്പർ ഈ UID നമ്പർ കിട്ടിയാലോ നമുക്ക് UID നമ്പർ നമുക്ക് എന്ത് ചെയ്യാം വെച്ചിട്ട് ഈ സെർച്ചിൽ ഒന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നോക്കാം ഫാത്തിമ സുഹ്റ PK ST 2101. ഇപ്പോൾ ഇവിടെ വരിക എന്താ ST 2101 ഒന്ന് ടൈപ്പ് ചെയ്യുകയും ചെയ്യാം. അല്ലെങ്കിൽ ഓക്കെ അതാ ST ഫസ്റ്റ് നമ്പർ. ഇവിടെ വാപ്പ ഗൾഫിലാണ്. ഓക്കെ മൂസ PK ഗൾഫിലാണ്. അപ്പോൾ വാപ്പാനെ ബന്ധപ്പെടുന്ന ഈ നമ്പർ എടുത്ത് നമുക്ക് ബന്ധപ്പെടാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ST ഫിൽറ്റേർഡ് എന്നുള്ള ഷീറ്റിൽ വന്നാൽ ഇവിടെ ഫിൽറ്ററുള്ള കുട്ടികളെ മുഴുവൻ ഡീറ്റെയിൽസോട് കിട്ടും. നമ്മളെ ഈ ഒരു സ്റ്റുഡൻസ് എന്നുള്ള ഈ ഒരു ഈ ഡാറ്റാ ബേസിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് ഫിൽറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ആ മൂസ ഫാത്തിമ സുഹറ മൂസയുടെ മൂസ PK. ക്ലിയർ അല്ലേ? ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലഭിക്കും എന്നുള്ളതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത. ഓക്കെ ക്ലിയർ. ഓക്കെ ഇനി ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇതിൽ ഒരിക്കലും ഈ ഫിൽറ്ററും ST ഫിൽറ്ററൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, എഡിറ്റ് ചെയ്യരുത്. ഈ ഫിൽറ്ററിൽ ആകെ ചെയ്യാനുള്ളത് ഇവിടെ ക്രൈറ്റീരിയ മാറ്റി കൊടുക്കുക, ഈ ചെക്ക് ചെയ്യുക, ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വന്നു. ഇവിടെ നിന്ന് ഡിലീറ്റ് ആക്കിയാലേ പോവും. പിന്നെ സെർച്ചിൽ വന്നാൽ നമ്മൾ ജസ്റ്റ് മാറ്റേണ്ടത് ഇവിടെ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. ഇവിടെ ജസ്റ്റ് ബാക്കിയൊക്കെ ഓട്ടോമാറ്റിക് വന്നോളൂ. ഇത് ഫോർമുലകളാണ്. സ്റ്റുഡൻറ്റിൽ മൊത്തം നമ്മൾ എൻ്റർ ചെയ്യണം. ഇപ്പോൾ ഇതെങ്ങനെ എൻ്റർ ചെയ്യുന്നുള്ളത് പ്രശ്നമാണ്. ഇപ്പോൾ എന്താണ് മദ്രസയിൽ ഒരു 300 കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഉസ്താദന്മാരും ചിലപ്പോൾ ഒരു പക്ഷേ ഇത്ര കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഓരോ ഉസ്താദന്മാരെ ഏൽപ്പിക്കുക എത്ര കുട്ടികളുടെ ഡീറ്റെയിൽസ് കയറ്റണമെന്ന്. അങ്ങനെ കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കയറ്റാം, കുറച്ച് വലിയ സ്ക്രീനിൽ കയറ്റാം, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആയിട്ട് കയറ്റാൻ എന്നാൽ കയറ്റാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ക്ലാസ്സിൽ ഒക്കെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ നമുക്ക് ഇത്തരം വലിയൊരു ഡാറ്റാ ബേസ് ഉണ്ടാക്കുകയും ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിലവിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.